കോടികളുടെ പാർട്ടി ഫണ്ട് തട്ടിപ്പ് ആരോപണങ്ങളിൽ ഉളിയുന്ന ബി.ജെ.പി. നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ച് തൃക്കരിപ്പൂർ എം.എൽ.എ. സന്ദീപ് വാര്യർ. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകളെയും ഫണ്ട് തട്ടിപ്പുകളെയും കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങളുമായി കൂട്ടിച്ചേർത്താണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കടുത്ത അമ്പുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്തിനെതിരെ സാമ്പത്തിക തിരിമറി ആരോപണങ്ങളെ തുടർന്ന് ബി.ജെ.പി. നടപടിയെടുത്തതായും ഓഫീസ് ചുമതലകളിൽ നിന്നും മാറ്റി ുമായുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിലായിരുന്നു സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പ്രതികരണം. കേരളത്തിലും ഒരു കുഞ്ഞു രാമക്ഷേത്രം ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം ഇവിടെയുള്ള നേതാക്കൾക്കായി നിർമ്മിച്ചു നൽകണമെന്നാണ് സന്ദീപ് വാര്യരുടെ പരിഹാസം. അങ്ങനെ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ പ്രാദേശിക സംസ്ഥാന ബി.ജെ.പി. നേതാക്കൾ സ്വന്തം പാർട്ടി ഫണ്ട് മോഷ്ടിക്കാൻ നടക്കുമായിരുന്നു എന്ന മർമ്മത്ത് കൊള്ളുന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അയോധ്യയിൽ നടത്തിയതുപോലെ വലിയ തോതിലുള്ള ഫണ്ട് കൊള്ള ഇവിടെയും നടത്തി അവർക്ക് സുഖമായി ജീവിക്കാമായിരുന്നില്ലേ എന്നും അതില്ലാത്തത് കൊണ്ടല്ലേ പാവം നേതാക്കൾക്ക് സ്വന്തം പാർട്ടിയുടെ ഫണ്ടിൽ തന്നെ കൈയിട്ട് വാരേണ്ടി വന്നത് എന്നുമാണ് കുറിപ്പിലെ പ്രധാന ആക്ഷേപം. അയോധ്യയിലെ പവിത്രമായ രാമക്ഷേത്രത്തിന്റെ പേരിൽ പോലും വൻതോതിൽ ഫണ്ട് കൊള്ള നടത്തിയ വലിയ ചരിത്ര പശ്ചാത്തലമാണ് ബി.ജെ.പിക്കുള്ളതെന്ന് സന്ദീപ് വാര്യർ അക്കമിട്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് അണികളുടെയും വിശ്വാസികളുടെയും വികാരങ്ങളെയും ആത്മീയതയും വോട്ടാക്കി മാറ്റുകയും ആ വികാരം ഉപയോഗിച്ച് കോടികൾ തട്ടിയെടുക്കുകയും ചെയ്യുന്ന ബി.ജെ.പി. നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് സന്ദീപ് വാര്യർ ഇവിടെ കടുത്ത ഭാഷയിൽ തുറന്നു കാട്ടുന്നത്. ദൈവത്തിന്റെ പേരിൽ പോലും ബിസിനസ്സും കൊള്ളയും നടത്താൻ മടിക്കാത്ത ഒരു പ്രസ്ഥാനത്തിന് സ്വന്തം പാർട്ടി ഫണ്ടുകൾ നേതാക്കൾ ചേർന്ന് വിഴുങ്ങുന്നതിൽ യാതൊരുവിധ മനസാക്ഷിക്കുത്തും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഭക്തിയെയും രാഷ്ട്രീയത്തെയും മുൻനിർത്തി ജനങ്ങളെ പറ്റിക്കുന്ന ബി.ജെ.പിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും അവയുടെ വിനിയോഗത്തെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങൾക്ക് ശക്തി പകരുന്നതാണ് ഈ കടുത്ത രാഷ്ട്രീയ വിമർശനം.